നമസ്കാരം. ബിഗ് ബോസ് ബിഗ് ബോസിനകത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല കട്ടിയുള്ള ടാസ്കുകളാണ് കടന്നു വന്നത്. നല്ല ഫിസിക്കൽ ടാസ്കുകളാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ടാസ്കുകളിലും ജയിച്ചത് ആര്യനാണ് ജയിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ പോയിന്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ആര്യനാണ്. അക്ബറിന് അതിന് മുമ്പത്തെ കളിയിൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഒരു ആദിലയുടെ ഒരു വൃത്തികെട്ട കളി കാരണം അദ്ദേഹത്തിന്റെ പോയിന്റ് പോകുന്നതും അദ്ദേഹം കരയുന്നതും ഒക്കെ നമ്മളെ കാണിച്ചു. ചിലരൊക്കെ ആ കരച്ചിൽ വളരെ സന്തോഷിക്കുന്നു, ചിലർക്കൊക്കെ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ദുഃഖത്തിലും കലാശിച്ചു. പക്ഷെ അതിൽ ചെയ്ത ഒട്ടും ഒരു ഫെയർ കളിയല്ല. പ്രത്യേകിച്ച് ഈ ഫൈനലിൽ എത്തിയിരിക്കുന്ന സമയത്ത് ഫെയർ അല്ലാത്ത കളികൾ കളിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ അനുമോളുടെ അഭിനയം കുറച്ച് കൂടി പോകുന്നു എന്ന് എന്തായാലും കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. കാരണം അവർക്ക് എന്തുമാകാം, മറ്റുള്ളവർക്കൊന്നും ആകില്ല. ഇന്നലെ അക്ബറിനെ കുറിച്ച് വളരെ മോശം എന്ന് വെച്ചാൽ, അതായത് ഏത് രീതിയിലാണോ ലക്ഷ്മി മറ്റേ നമ്മുടെ ഒനിലിനോട് കാണിച്ചത് അതേ തന്നെയാണ് ലക്ഷ്മി. അതായത് മസ്താനിയും ലക്ഷ്മിയും ഏത് രീതിയിലാണോ ഒനിലിനെ ചിത്രീകരിച്ചത് അതേപോലെ തന്നെ, അല്ലെ അതിനേക്കാളും വൃത്തികെട്ട രീതിയിലാണ് ഇന്നലെ അനുമോള് അക്ബറിനെ ചിത്രീകരിച്ചത്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതായത് ബസ്സിലൊക്കെ ഓരോ ആണുങ്ങൾ വൃത്തികേട് കാണിക്കില്ലേ, അതുപോലെ വന്ന് നിന്നെന്നൊക്കെ പറഞ്ഞ് ഡെമോൺസ്ട്രേഷൻ അന്ന് അനുമോള് ആര്യൻ്റെ ഒക്കെ കാണിച്ച അതേ ഡെമോൺസ്ട്രേഷനാണ് ഇന്നലെ കാണിച്ചത്. വളരെ മോശം കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ്സ് മാത്രമാണ് അനുമോളെ കുറിച്ച് അതുകൊണ്ട് കഴിഞ്ഞ ദിവസമായിട്ട് കേൾക്കുന്നത്. വൃത്തികെട്ട ഒരു രീതിയായി പോയി. അത്ര ബുദ്ധിമുട്ടുള്ളവർ മാറി നിൽക്കണം, അതാണ് വേണ്ടത്. അക്ബർ ഷാനവാസ് മാറി നിന്നല്ലോ. ഷാനവാസിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് മാറി നിന്നു ഇല്ലേ? ഷാനവാസ് മാറുന്നു. അതുപോലെ അനുമോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അനുമോൾക്ക് മാറി നിൽക്കാമായിരുന്നു. ഇപ്പൊ അക്ബറെ അല്ലെങ്കിൽ അങ്ങനെ ആ അവസരത്തില് അങ്ങനെ നിന്നുവെങ്കിൽ നമ്മളതിന് അന്നേരം പ്രതികരിക്കണം, അല്ലേ? ഒരാൾ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് നമ്മളെ ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ ഒന്നീ കാരണക്കുറ്റി നോക്കി ഒരു പൊട്ടിന് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കും. ഇതൊന്നും ചെയ്യാതെ പിന്നെ തോറ്റു പോകുന്നൊരവസരം വന്നപ്പം, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല എന്നൊരവസരം വന്നപ്പം ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഒട്ടും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അന്നേരം പ്രതികരിക്കണമായിരുന്നു, അല്ലേ? പക്ഷെ അത് അങ്ങനെ ഒരു ആരോപണം, വളരെ വൃത്തികെട്ട ആരോപണം ഈ നിൽക്കുന്ന വ്യക്തിക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഒരു ഗെയിമിനകത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കളി ഇനിയെങ്കിലും ബിഗ് ബോസ് എൻ്റെ അഭ്യർത്ഥനയാണ്, ഇതുപോലുള്ള കരച്ചിൽ കാർഡും പെൺ കാർഡും ഒക്കെ എടുക്കുന്നതിനെ ഒന്നും ഇതിനകത്തോട്ട് കൊണ്ടിടരുത്. അത് ഒട്ടും നല്ല കാര്യമല്ല. അത് നെഗറ്റീവായിട്ടാണ് എപ്പോഴും എടുക്കുന്നത്. കാരണം നമ്മളിത് കാണുന്ന പെൺകുട്ടികളുണ്ടായിരിക്കും, ആൺകുട്ടികളുണ്ടായിരിക്കും. ഇത് ഓരോരുത്തരും ഇത് മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും കുട്ടികൾ പ്രതികരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നവർ ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.